CPIM എന്ന പാർട്ടി അനാവശ്യമായി 20 വർഷത്തോളം ചുമന്ന ഒരു വിഴുപ്പാണ് യഥാർത്ഥത്തിൽ PK ശശി. പാർട്ടി ഫണ്ടിൽ നിന്ന് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന അലിഗേഷൻസ് PK ശശിക്കെതിരെ അവിടെ നിലവിലുണ്ട്. ഉടനെ ശശിയെ നമുക്ക് പാണക്കാട്ട് പ്രതീക്ഷിക്കാം. ജോയിൻ്റെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. മുൻ MLAയും KTDCയുടെ മുൻ ചെയർമാനുമായിരുന്ന PK ശശിയെ CPIM ഇന്നലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. CPIM പ്രവർത്തകരായിരുന്നവരുടെ വിമതരായി മാറിയവരുടെ കൺവെൻഷനിൽ പങ്കെടുത്തതിന് തൊട്ടുപുറകെയാണ് പുറത്താക്കിയത്. ആ കൺവെൻഷനിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ കൺവെൻഷനാണ് ഇതെന്നും താനൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ് എന്നൊക്കെ PK ശശി അവകാശപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തായിരിക്കും ഇനി PK ശശിയുടെ തുടർന്നങ്ങോട്ടുള്ള നടപടികൾ എന്നതിൽ കൗതുകം ബാക്കിയുണ്ട്. സോഷ്യൽ മീഡിയയിൽ PK ശശിയെ എന്തുകൊണ്ട് നേരത്തെ പുറത്താക്കിയില്ല, നേരത്തെ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ വിഴുപ്പ് ഇത്രയും കാലം ചുമക്കേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന് CPIM നേതാക്കളോട് CPIM അണികൾ തന്നെ പറയുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ പാലക്കാട്ട് നിന്നുള്ള നേതാവ് NN കൃഷ്ണദാസ് അമിത ലാളനയുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പരസ്യമായി പറയുന്നതും കേട്ടു. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. PK ശശിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചും ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. ബഷീർ, ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് PK ശശിക്കെതിരെ DYFIയിലെ ഒരു വനിതാ നേതാവ് കൊടുത്ത ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് കൊടുത്ത പരാതിയിൽ ആ പരാതി പുറത്തു വന്നതിൻ്റെ തൊട്ടു പുറകെ PK ശശി മാധ്യമങ്ങളോട് പറയുന്ന ഒരു വാക്കാണ് എൻ്റെ ഓർമ്മയിലേക്ക് വന്നത്. അതായത് ഇത്തരം ആരോപണങ്ങളെ നേരിടാനുള്ള കമ്മ്യൂണിസ്റ്റ് ആരോഗ്യം എനിക്കുണ്ട് എന്നൊക്കെ PK ശശി പറയുന്ന കാഴ്ചയാണ് ഓർമ്മ വന്നത്. അത് എത്രത്തോളം എത്രത്തോളം വഷളായിരുന്നോ, ഏതാണ്ട് അതേ സമാനമായ മുഖഭാവം ഇന്നലെയും കാണാൻ സാധിച്ചു എന്നാണ് എനിക്കത് ആ പ്രസംഗം കേട്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഇതെന്താ തോന്നുന്നത്, ഈ PK ശശി ഇത്രമാത്രം വലിയ സ്വാധീനമുള്ളൊരു നേതാവായി CPIMൽ ഉണ്ടായിരുന്നു? ഇപ്പോൾ മണ്ണാർക്കാടൊക്കെ PK ശശിയുടെ സ്വാധീനം എന്ന് പറഞ്ഞാൽ PK ശശിയെ പോയാൽ പിന്നെ പാർട്ടിയില്ല എന്നുള്ള മട്ടിൽ കൊട്ടിഘോഷിക്കപ്പെടുന്നുണ്ട്. ജില്ലയിൽ തന്നെ PK ശശി മൈനസ് CPM എന്ന് പറഞ്ഞാൽ എന്തോ വളരെ ദുർബലമായി പോയി എന്ന മട്ടിലൊക്കെയുള്ള വ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട്. ഇത്രമാത്രം വലിയൊരു സ്വാധീന ശക്തിയായി PK ശശി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? CPIMൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ വന്ന വിഭാഗീയ പ്രവർത്തനങ്ങളുടെ വളരെ ശക്തമായൊരു കേന്ദ്രമായിരുന്നു പാലക്കാട് ജില്ല. അവിടെ ആ വിഭാഗീയതയുടെ ഭാഗമായി CPIM എന്ന പാർട്ടി അനാവശ്യമായി 20 വർഷത്തോളം ചുമന്ന ഒരു വിഴുപ്പാണ് യഥാർത്ഥത്തിൽ PK ശശി. ആ പ്രദേശത്ത് ഇത്രയും വഷളനായ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ അദ്ദേഹത്തോടൊപ്പം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളുകളോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുറത്തേക്ക് വന്ന പരാതികൾ അന്വേഷിക്കപ്പെടുകയും അതിൽ റിപ്പോർട്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം കുറയുകയും താഴ്ത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുറത്തേക്ക് വരാത്തതും പാർട്ടിക്കകത്ത് ഉയർന്നതുമായ നിരവധി പരാതികളുണ്ട്, ഒരുപാട് പരാതികൾ. അത് സ്ത്രീ പ്രശ്നങ്ങൾ മാത്രമല്ല, ജാതി വിവേചനം പോലെയുള്ള സാധാരണ പ്രവർത്തകരെ അവഹേളിക്കുന്നതും അഴിമതി, ഈ തരത്തിലുള്ള ഡസൻ കണക്കിന് ആരോപണങ്ങൾ ഈ 2 പതിറ്റാണ്ടിനിടയിൽ PK ശശിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ പാർട്ടി വിഭാഗീയതയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു പാലക്കാട്. അതിൽ പിണറായി വിജയൻ വിഭാഗത്തിൻ്റെ ഹെഞ്ച്മാനായിരുന്നു PK ശശി. അതിൻ്റെ പുറത്ത് AK ബാലൻ്റെ ഒക്കെ പിന്തുണയിൽ സംരക്ഷിക്കപ്പെട്ട് പാർട്ടിക്കകത്ത് പിടിച്ചു നിന്ന ഒരാളാണ്. അതേസമയം പാലക്കാട് ജില്ലയിലെ പാർട്ടി പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും നേതൃത്വത്തിൽ നല്ലൊരു പങ്കും ഇദ്ദേഹത്തെ ഇനിയും ചുമക്കേണ്ടതില്ല എന്ന അഭിപ്രായം ഉന്നയിക്കുകയും പാർട്ടിക്കകത്തത് പറയുകയും പല തവണ പല വേദികളിൽ അദ്ദേഹത്തിനെതിരെ പരാതി ഉയരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം, വിമതരുടെ കൺവെൻഷനിൽ മതേതര മാർക്സിസ്റ്റ് എനിവേ ആ മേഖലയിലെ ഒരു കൂട്ടായ്മ എന്നാണ് പല പല പഞ്ചായത്തുകളിൽ ചിതറിക്കിടക്കുന്ന CPIM വിമതരുടെ ഒരു സമ്മേളനത്തിൽ അവസാന നിമിഷം പോയി പങ്കെടുത്ത് നടത്തിയ പ്രസംഗത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. തൊട്ട് മുമ്പ് വരെ അദ്ദേഹം KTDCയുടെ ചെയർമാനായിരുന്നു. ഒരു തവണ ഷൊർണൂരിൽ നിന്നുള്ള MLA ആയിരുന്നു. ഇങ്ങനെ ഈ പദവികളിലേക്കെല്ലാം അദ്ദേഹം എത്തിയ ഘട്ടത്തിലെല്ലാം പാർട്ടിക്കകത്ത് അഭിപ്രായ ഭിന്നതകൾ ഉയർന്നിട്ടുണ്ട്. ഇപ്പോൾ KTDC ചെയർമാൻ സ്ഥാനം കൊടുത്തതിന് ശേഷം നടന്ന ഒരു പാലക്കാട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇതേക്കുറിച്ചുള്ള വിമർശനം ഉയർന്നപ്പോൾ പിണറായി വിജയൻ നേരിട്ടാണ് അതിന് മറുപടി പറഞ്ഞത്. അത് ഞാനും ബാലകൃഷ്ണനും എടുത്ത തീരുമാനമാണ് എന്നാണ് പിണറായി അവിടെ പറഞ്ഞത് എന്ന് പാർട്ടി പ്രവർത്തകർ പറയുന്നു.
ഇപ്പോൾ ശശി ചെയ്യാൻ പോകുന്നത്, എനിക്ക് തോന്നുന്നു, അവിടെ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ മണ്ണാർക്കാട് ചുറ്റുവട്ടത്തുള്ള പാർട്ടി വിമതരുടെ, ഒറ്റപ്പാലം മേഖലയിലൊക്കെ ഉള്ള പാർട്ടി വിമതരുടെ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ അവരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശശി മത്സരിക്കും. ലീഗ് വഴി, ലീഗിൻ്റെ സമ്മർദ്ദവശാൽ UDF അദ്ദേഹത്തെ പിന്തുണക്കും. യഥാർത്ഥത്തിൽ മണ്ണാർക്കാട് മണ്ഡലത്തിൽ ശംസുദ്ദീൻ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഇപ്പോൾ ബഷീർ നേരത്തെ പറഞ്ഞ ഈ പാർട്ടിക്കുള്ളിലുണ്ടായ അഭിപ്രായ ഭിന്നതകളും ഒക്കെ, അല്ലെങ്കിൽ ശശിയെക്കുറിച്ച് പാർട്ടിക്കുള്ളിൽ ഉയർന്ന അഭിപ്രായങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയത് എന്ന് പറഞ്ഞല്ലോ. അതിൽ കൗതുകരമായിട്ട് എനിക്ക് തോന്നിയത്, ഈ പറഞ്ഞ DYFI നേതാവിൻ്റെ പരാതി വന്നതിൻ്റെ തൊട്ട് പിറകെ AK ബാലനും PK ശ്രീമതി അടങ്ങുന്ന ഒരു കമ്മിറ്റിയെയാണ് ഇത് അന്വേഷിക്കാനായിട്ട് നിയോഗിച്ചത്. അന്ന് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇത് തീവ്രത കുറഞ്ഞ കുറ്റമാണ് ചെയ്തത് എന്ന മട്ടിൽ പറഞ്ഞു എന്നുള്ളത് വലിയ തോതിൽ അന്ന് ഡിസ്കസ് ചെയ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് MC ജോസഫിനെ പോലെ അന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന CPIMൻ്റെ ഒരു മുതിർന്ന നേതാവ് പരസ്യമായിട്ട് ഞങ്ങൾക്ക് പാർട്ടിക്ക് അന്വേഷിക്കാനും ശിക്ഷിക്കാനും ഒക്കെ പാർട്ടിക്ക് സംവിധാനമുണ്ട് എന്ന് വരെ പറഞ്ഞ് ശശിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ നേതൃതലത്തിൽ പലരും ശശിയെ ഈ ഘട്ടത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് ഈ മണ്ണാർക്കാട് ഒരു വിദ്യാഭ്യാസ സഹകരണ സൊസൈറ്റിയുടെ കീഴിൽ ഒരു കോളേജ് തുടങ്ങാൻ തീരുമാനിച്ച് പാർട്ടി അറിയാതെ സഹകരണ സംഘങ്ങളിൽ നിന്ന് ഏതാണ്ട് 5 കോടി രൂപയോളം ആ കോളേജിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടോ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടോ വക മാറ്റി ചെലവഴിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയ ശേഷവും അദ്ദേഹം KTDC ചെയർമാനായിട്ട് ഒരു പ്രയാസം കൂടാതെ തുടർന്നു എന്നുള്ളതാണ് കൗതുകകരമായ വസ്തുത. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് ഏതാണ്ട് ഈ അടുത്ത് മാത്രമാണ്. അതായത് അദ്ദേഹം പാർട്ടി വിടാൻ തീരുമാനിച്ച് പുതിയ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അതുമായി ചർച്ച നടത്തി അതിലൊരു ധാരണയിലെത്തിയതിനു ശേഷമാണ് അദ്ദേഹം KTDC ചെയർമാൻ സ്ഥാനം UDFന്റെ സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിക്കാനും ആ മത്സരത്തിൽ അദ്ദേഹം തോൽക്കുകയും UDF അധികാരത്തിൽ വരികയും ചെയ്താൽ KTDC പ്രസിഡന്റ് അധ്യക്ഷ സ്ഥാനം തന്നെ തിരിച്ചു കിട്ടും എന്ന 2 ഉറപ്പ് നൽകപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം KTDCയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്ന് രാജിവെച്ചത്. ഉടനെ ശശിയെ നമുക്ക് പാണക്കാട്ട് പ്രതീക്ഷിക്കാം. ഉറപ്പായും പാണക്കാട് സന്ദർശിക്കുന്നത് നമുക്ക് 1-2 ആഴ്ചക്കിടയിൽ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം ലീഗിൻ്റെ പിന്തുണയിൽ CPIMൻ്റെ വിമതരുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന പേരിൽ UDFന്റെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി ഒറ്റപ്പാലത്ത് മത്സരിക്കുമെന്ന് ഏറെക്കുറെ തീരുമാനമായെന്ന് പറയുമ്പോഴേ എനിക്കതിൽ കൗതുകം തോന്നിയത്, ഇപ്പോൾ ശശി വിമതരുടെ കൺവെൻഷനിൽ പങ്കെടുക്കുന്നു, പുറത്താക്കും എന്നുള്ള ഉറപ്പാകുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, PK ശശി UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ VD സതീശന് വേണമെങ്കിൽ, ഇപ്പോൾ PV അൻവറിൻ്റെ കാര്യത്തിൽ VD സതീശനോട് ഒരു സ്റ്റാൻഡുണ്ട്. അതായത് അൻവറുമായി ഒരു ഇടപാടിനുമില്ല എന്ന് വളരെ ശക്തമായൊരു സ്റ്റാൻഡ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സതീശൻ എടുക്കുന്നുണ്ടായിരുന്നു. അന്ന് അത് UDFന് വലിയ തിരിച്ചടിയാകുമോ എന്ന സന്ദേശമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സതീശൻ വളരെ ശക്തമായൊരു നിലപാടെടുത്തു. എന്നാൽ PK ശശിയുടെ കാര്യത്തിൽ ഇന്നലെ അദ്ദേഹം അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പോയില്ല. CPIMൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആളുകൾക്ക് അഭയം കൊടുക്കാനുള്ളൊരു സ്ഥലമല്ല UDF. കോൺഗ്രസിന് അവിടെ മത്സരിക്കാൻ പാലക്കാട്ട് യോഗ്യരായ നേതാക്കളുണ്ട്, അവർ മത്സരിച്ചോളും. PK ശശിയെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ VD സതീശൻ തയ്യാറായതേയില്ല. അത് സതീശന്റെ ഏരിയയിൽ വരുന്നതല്ല, ലീഗുമായുള്ള ധാരണയാണത്. അതായത് ലീഗിന്റെ പ്രാദേശിക നേതൃത്വത്തിന് എല്ലാ കാലത്തും ശശി അവരുടെ സ്വന്തം ആളായിരുന്നു. മണ്ണാർക്കാട് CPI ആണ് മത്സരിക്കുന്നത്. CPI നിരന്തരമായി തോറ്റുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അങ്ങനെ തോൽക്കാനുള്ള ഒരു കാരണവും ശശിയായിരുന്നു. ശശി എല്ലാ കാലത്തും അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയും അവർക്ക് വളരെ രഹസ്യമായ പിന്തുണ നൽകുകയും അവരെ വിജയിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്ന ആളാണ്. അത് ഒരു കച്ചവട കൂട്ടുകെട്ടാണ്. ആ ഏരിയ കേന്ദ്രീകരിച്ചുള്ള വ്യവസായികളുടെയും കച്ചവടക്കാരുടെയും എല്ലാം ഒരു കൂട്ടുകെട്ടാണത്. ആ കൂട്ടുകെട്ടിലെ ഒരു അംഗമാണ് ശശി. അത് പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഏത് സർക്കാർ വന്നാലും ശശിക്ക് ഒരു നിലനിൽപ്പുണ്ട്. ഏത് തരത്തിൽ തരം താഴ്ത്തപ്പെട്ടാലും ശശി KTDC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരും. അത് പാലക്കാട്, പ്രത്യേകിച്ചും മണ്ണാർക്കാട് ആ ഏരിയയിലുള്ള സവിശേഷമായൊരു രാഷ്ട്രീയ പ്രതിഭാസമാണ്. പക്ഷേ ലീഗ് മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. സത്യം പറഞ്ഞാൽ ലീഗിന് താല്പര്യം ഉണ്ടാവാം, ആ പ്രാദേശികമായ ലീഗ് നേതാക്കൾക്ക് താല്പര്യം ഉണ്ടാവാം. നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾക്കുള്ളൊരു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞതുപോലെ ശശിക്ക് വേണ്ടി ഒരുപക്ഷെ അവർ സംസാരിച്ചേക്കാം. പക്ഷെ അതൊന്നും
ഈ ലീഗിൻ്റെ ഉയർന്ന നേതാക്കളോ അല്ലെങ്കിൽ UDF നേതൃത്വമോ കോൺഗ്രസ് നേതൃത്വമോ ഏറ്റെടുക്കേണ്ട കാര്യമല്ലോ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ലീഗ് മാത്രമല്ല ഉറപ്പ് കൊടുത്തിരിക്കുന്നതെന്നാണ്. ഞാൻ കോൺഗ്രസ് നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ 6 മാസം മുൻപേ തന്നെ PK ശശിക്ക് അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഒറ്റപ്പാലത്ത് സീറ്റ് നൽകാം എന്ന ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് കോൺഗ്രസിലെ നേതാക്കൾ തന്നെ പറയുന്നത്. അതായത് 6 മാസം മുമ്പേ ഈ ഡീൽ ഉറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. PK ശശി KTDC ചെയർമാനായി തുടരുന്ന കാലത്ത് തന്നെ UDF നേതൃത്വവുമായി സംസാരിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കോൺഗ്രസിലെ നേതാക്കൾ പറയുന്നത്. അപ്പോൾ ഇത് ലീഗിന്റെ മാത്രം അഭിപ്രായമല്ല. ഞാൻ പറഞ്ഞത് ലീഗിന്റെ മാത്രം തീരുമാനം എന്നല്ല. മണ്ണാർക്കാട് അല്ലെങ്കിൽ പാലക്കാട് അല്ലെങ്കിൽ ഒറ്റപ്പാലം ആ ഏരിയയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ലീഗിന്റെ അഭിപ്രായത്തിന് കൂടി വലിയ പ്രാധാന്യമുണ്ട്. ലീഗിന് ഒരു എതിർപ്പുമില്ല. ലീഗാണ് ഇത് പ്രപ്പോസ് ചെയ്യുന്ന ആൾ ലീഗാണ്. അതേസമയം തീരുമാനം പൊതുവായി UDFന്റെ തീരുമാനമായിട്ടായിരിക്കും വരിക. UDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരിക്കും ഇദ്ദേഹം മത്സര രംഗത്ത് എത്തുക. ഇതിനുള്ള കാരണം ഒരു തരത്തിലും ഇത്തരത്തിൽ നിരന്തരമായ ആക്ഷേപങ്ങൾ എതിരെ ഉയർന്നിട്ടുള്ള ഒരാളെ സ്വന്തം തട്ടകത്തിലേക്ക് കൊണ്ടുവരാനും തൊട്ടടുത്ത് തന്നെ സ്ഥാനാർത്ഥിയാക്കി വെക്കാനുള്ള ആലോചന നടക്കുന്നതിനുള്ള കാരണം ഇത് പാർട്ടികൾക്കിടയിൽ അല്ലെങ്കിൽ പാർട്ടി ഭേദമില്ലാതെ ഒരു ഫെസിലിറ്റേറ്ററാണ് ശശി. ഈ കച്ചവട സംഘത്തിനിടയിൽ ഒരു ഫെസിലിറ്റേറ്ററാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് പാർട്ടി വ്യത്യാസങ്ങളില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് എല്ലാവർക്കും സ്വീകാര്യനാണ് ശശി. ശശിയുടെ മുന്നിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാവില്ല. ഇത് പക്ഷേ പാലക്കാട്ടെ രാഷ്ട്രീയ പ്രവർത്തനത്തെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ചുരുങ്ങിയത് 2 പതിറ്റാണ്ടായെങ്കിലും അറിയാം ശശി ഇങ്ങനെയാണ് എന്ന കാര്യം. ഇത്രയും കാലം CPIM എന്തിനു ചുമന്നു എന്നത് ഒരു ചോദ്യമാണ്. അല്ല, CPIM എന്തിനു ചുമന്നു എന്ന് ചോദിക്കുമ്പോഴേ ഞാൻ നേരത്തെ പറഞ്ഞ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി സഹകരണ ബാങ്കുകളിൽ നിന്ന് പാർട്ടി അറിയാതെ ഓഹരി മൂലധനം ഉണ്ടാക്കി എന്നുള്ളത് മാത്രമല്ല അലിഗേഷൻ. പാർട്ടി ഫണ്ടിൽ നിന്ന് പണം സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി എന്ന അലിഗേഷൻസ് PK ശശിക്കെതിരെ അവിടെ നിലവിലുണ്ട്. അതുമാത്രമല്ല, മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് പുതിയ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി സമാഹരിച്ച പണത്തിൽ പോലും തട്ടിപ്പ് നടത്തി എന്ന് പറയുന്ന അലിഗേഷൻ ഉണ്ട്. ഇതൊക്കെ അലിഗേഷൻസ് ആണ്. ഇത് പാർട്ടിക്കുള്ള അലിഗേഷൻസ് ആണ്. ഇത്രയും അലിഗേഷൻസ് നേരിടുന്ന ഒരാളെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി എന്നുള്ളത് ഒരു പാർട്ടി നടപടി മാത്രമാണ്. എന്നിട്ടും ദീർഘകാലം KTDC ചെയർമാൻ എന്ന് പറയുന്ന വലിയൊരു പോസ്റ്റിൽ ഇരുത്താൻ CPM തയ്യാറായി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് CPM ലീഡർഷിപ്പിനും ശശിക്കെതിരെ പെട്ടെന്ന് നടപടിയെടുത്താൽ തിരിച്ചെന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്ന ഭയം ഉണ്ടായിരുന്നു എന്ന് തോന്നും. കാരണം ഇത്രയും അലിഗേഷൻസ് ഒന്ന് ആലോചിക്കുക. പാർട്ടി ഫണ്ട് തിരിമറി നടത്തി എന്നൊരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്ക് ആ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ? CPMനെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ നിൽക്കാൻ പറ്റുമോ? പക്ഷേ ശശി അയാളെ ഈ വിമത കൺവെൻഷനിൽ പങ്കെടുത്ത് പുറത്താക്കപ്പെടുന്നത് വരെ അയാൾ പാർട്ടിയുടെ ബ്രാഞ്ച് അംഗമായിട്ട് തുടർന്നു. നിരന്തരമായി ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ല എന്ന് വരെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടായില്ല. KTDC ചെയർമാൻ സ്ഥാനത്ത് പോലും അദ്ദേഹം തുടർന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഷീർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പാർട്ടി ഭേദമില്ലാതെ എല്ലാവരുടെയും ഫെസിലിറ്റേറ്ററായി നിൽക്കുകയും അതിൻ്റെ ആനുകൂല്യം അനുഭവിച്ചുകൊണ്ട് പദവികളിൽ തുടരുകയും ചെയ്ത വ്യക്തിയായി ശശിയെ നമ്മൾ കാണേണ്ടി വരും. CPIMനകത്ത് ചില പ്രത്യേക നേതാക്കളുടെ അതിരുവിട്ട പിന്തുണയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് NN കൃഷ്ണദാസിന്റെ വാക്കുകൾ വളരെ സ്പെസിഫിക് ആണ്. അതായത് ലാളനയും പ്രോത്സാഹനവും പിന്തുണയും അമിതമായി കിട്ടിയ ഇതിൻ്റെ പ്രശ്നമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. സെക്രട്ടറിമാർ മാറുമായിരിക്കും, പക്ഷെ പാർട്ടി സമ്പ്രദായം മാറില്ല എന്നൊരു സെൻറ്റൻസ് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ആ ഒരു അടക്കി വെച്ച അമർഷം പറയുന്നതാണ്. ഈ കൃഷ്ണദാസിനെയൊക്കെ തരം താഴ്ത്തുന്നതിലും ഒക്കെ വലിയ പങ്ക് അവിടുത്തെ വിഭാഗീയതക്കുണ്ട്. എനിവേ, ഈ ശശി എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ശശിയെ UDF അവിടെ സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ കൂടി അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തിനാണ് ഈ വിഴുപ്പ് UDF എടുത്ത് ചുമക്കുന്നത് എന്ന് അവിടെ നിന്ന് ഉയരേണ്ട ചോദ്യം കൂടി ഉയരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ CPIMനകത്ത് എന്തിനാണ് ഈ പാർട്ടി ഇത്രയും കാലം ഇദ്ദേഹത്തെ ചുമന്നത് എന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. UDF ഇനി അങ്ങോട്ട് എന്തിനാണ് ഇത്തരം രാഷ്ട്രീയ നേതാക്കളെ ചുമക്കുന്നത് എന്ന ചോദ്യം അവിടെ നിന്നും ഉയരേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ കോൺഗ്രസ് അനുഭാവമുള്ള ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വ്യക്തികളാണ് അവർ
രാഹുൽ മാങ്കൂട്ടം പോയ ഒഴിവിലേക്ക് ഒരാളെ പാർട്ടിക്ക് കണ്ടെത്തണമല്ലോ, അതിന് CPM സഹായിച്ചിരിക്കുന്നു, ഇതാ വരുന്നു എന്നുള്ള മട്ടിൽ ചില വിമർശനങ്ങൾ ചില കോൺഗ്രസ് അനുഭാവ ഹാൻഡിലുകൾ തന്നെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ പാലക്കാട് ജില്ല നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് അവിടെ പ്രവർത്തന പാരമ്പര്യമുള്ള പാർട്ടി പദവികളിൽ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന നിരവധി നേതാക്കളുണ്ട്. 1-2 പേരൊന്നുമില്ല, മത്സരിക്കാൻ യോഗ്യരായ നിരവധി നേതാക്കളുണ്ട്. അവരെ ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് 6 മാസം മുമ്പ് തന്നെ, അതായത് ഇലക്ഷൻ പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ്, സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് ആലോചന നടക്കുന്നതിന് മുമ്പ്, സീറ്റ് വിഭജനത്തെക്കുറിച്ച് ആലോചന നടക്കുന്നതിന് മുമ്പേ തന്നെ ഒരു സീറ്റ് ഉറപ്പിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്നൊരു ബന്ധം, അതിൻ്റെ ഒരു ആഴം അത് എത്രത്തോളം വലുതായിരിക്കും, നമ്മളൊന്ന് ഊഹിക്കുന്നതിന് അപ്പുറത്തായിരിക്കും ഒരുപക്ഷെ ആ ബന്ധം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേറൊരാൾക്ക് പോലും, കോൺഗ്രസിൻ്റെ വിശ്വസ്തരായ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരാൾക്ക് പോലും സീറ്റ് ഉറപ്പിക്കുന്നതിന് മുമ്പ് PK ശശിക്ക് സീറ്റ് ഉറപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വൈരുദ്ധ്യം എത്രത്തോളം വലുതായിരിക്കും. ഇത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് അണികളും അംഗീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഒറ്റപ്പാലത്തെയോ പാലക്കാട്ടെയോ കോൺഗ്രസ് അണികൾ ഈ PK ശശി എന്ന് പറയുന്ന ആളെ സ്ഥാനാർത്ഥിയാക്കിയാൽ അംഗീകരിക്കും എന്ന് ബഷീറിന് തോന്നുന്നു? അംഗീകരിക്കപ്പെടില്ല. ഒരിക്കലും അതിന് വലിയ പിന്തുണ കിട്ടാൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പിൽ അത് ആ മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. മത്സരിക്കാൻ പോകുന്ന മണ്ഡലം ഒട്ടും സുരക്ഷിതമായൊരു മണ്ഡലമൊന്നുമല്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് മറ്റ് മണ്ഡലങ്ങളിലും കേരളത്തിൽ പൊതുവായി തന്നെ അതുണ്ടാകും. അതായത് ഇത്തരത്തിലുള്ള ആളുകളെ എന്തിനാണ് ഇനി അങ്ങോട്ട് ഏറ്റെടുത്ത് കൊണ്ടുവരുന്നത്? അവിടെ വേറൊരു കുഴപ്പമുണ്ടാകും. PK ശശിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് വിമർശനം ഉന്നയിക്കാൻ CPM കഴിയില്ല, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കഴിയില്ല. കാരണം അവർ ഈ 10-20 കൊല്ലമായിട്ട് ഇത് ചുമന്നുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. പലവിധ ആരോപണങ്ങൾ നേരിട്ടതിന് ശേഷവും പ്രധാനപ്പെട്ട പദവികൾ കൊടുത്ത് ആദരിക്കുകയാണല്ലോ ചെയ്തിരുന്നത്. അപ്പോൾ അവർക്ക് ഈ വിമർശനം ഉന്നയിക്കാൻ പറ്റില്ല. ഇന്ന് രാവിലെ ഞാൻ DYFIയുടെ പാലക്കാട് ജില്ലാ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന ഒരാളുമായി സംസാരിച്ചു. അദ്ദേഹം ഒരിക്കൽ PK ശശിയുടെ വീട്ടിൽ പോയ കാര്യം, CPMൻ്റെ ഒരു ഏരിയ സെക്രട്ടറിയോടൊപ്പം അദ്ദേഹം ശശിയുടെ വീട്ടിൽ പോയൊരു കാര്യം അദ്ദേഹം പറഞ്ഞു. മുറ്റത്ത് നിർത്തിയാണ് സംസാരിച്ചത്. വീട്ടിനകത്തേക്ക് കയറ്റില്ല. ഒരു തമ്പ്രാൻ സ്വഭാവം, ഒരു മാടമ്പി സ്വഭാവം നിലനിർത്തിയിരുന്ന ആളാണ് ശശി. അവിടുത്തെ പാർട്ടി പ്രവർത്തകർ, ഇന്നലെ മറ്റൊരു നേതാവ് അവിടെ പരസ്യമായി പ്രസംഗിക്കുന്നുണ്ട്, തമ്പ്രാൻ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഈ തമ്പ്രാൻ സ്വഭാവം നിലനിർത്തിയിരുന്ന ഒരാളാണ് ശശി. അതായത് സാധാരണ വ്യക്തിപരമായ എനിക്കും അനുഭവമുണ്ട്. ഞാൻ കൈരളിയിൽ വർക്ക് ചെയ്ത കാലത്ത് 2001 അന്ന് മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയാണ് PK ശശി. അന്ന് തന്നെയും ഏതാണ്ട് ഈ തമ്പ്രാൻ സ്വഭാവമോ മാടമ്പി സ്വഭാവമോ PK ശശിക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായി നേരിട്ടറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പല ആളുകളെയും അദ്ദേഹം ഇരിക്കുന്ന അന്നത്തെ പഴയ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഏരിയ സെക്രട്ടറി ഇരിക്കുന്ന മുറിയിലേക്ക് അദ്ദേഹം പല പാർട്ടി അംഗങ്ങളെയും കടത്താതിരിക്കാൻ മനഃപൂർവ്വം ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ സംസ്ഥാനത്തെ BJPയിലെയും കോൺഗ്രസിലെയും ലീഗിലെയും ഒക്കെ നേതാക്കൾ ശശിയുടെ വീട്ടിലുണ്ടാകും. പക്ഷെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് മുറ്റത്ത് വരെ പ്രവേശനമുള്ളൂ. ഇതായിരുന്നു ശശിയുടെ വീട്ടിലെ അവസ്ഥ. അതാണ് ഇന്നലെ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറിയുടെ ഒരു പ്രസംഗം വന്നിട്ടുണ്ട്. ഈ പാർട്ടി ഓഫീസിലേക്ക് സ്ത്രീകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. PK ശശിയെ പുറത്താക്കുന്നതോടുകൂടി ഇനി ഞങ്ങളുടെ വനിതാ സഖാക്കൾക്ക് ഈ ഓഫീസിലേക്ക് ധൈര്യപൂർവ്വം വരാം എന്ന് പറയുന്നത്. ഈ തരത്തിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അണികളുടെ പിന്തുണയില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാത്ത, നിരന്തരമായ ആക്ഷേപങ്ങൾ കേട്ട, ഒരുപാട് കേസുകൾ ഉന്നയിക്കപ്പെട്ട ഒരാളെ ഒരു പാർട്ടി ചുമന്നുകൊണ്ടുവരുന്നു. ആ പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ ഏറ്റെടുക്കാൻ അപ്പുറത്തെ ആളുകൾ കാത്തിരിക്കുന്നു. ഇതാണ് അവസ്ഥ. റൈറ്റ്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം. ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ വരുമ്പോൾ PK ശശി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒറ്റപ്പാലത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥി UDFൻ്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് നമുക്ക് സുനിശ്ചിതമായി പറയാം. കാരണം ആ ഡീൽ അവിടെ ഉണ്ട് എന്നുള്ളത് കൃത്യമായ വിവരത്തോടു കൂടി തന്നെയാണ് നമ്മൾ പറയുന്നത്. കാത്തിരിക്കാം നമുക്ക്. പുതിയ സാഹചര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ഒക്കെ ഉയരുന്ന വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.